ചൈനയിൽ നിന്നും കപ്പലിൽ നിറയെ കയറ്റിയ വാഹനങ്ങളുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കപ്പലിന്റെ മെയിൻ ഡെക്കിൽ മാത്രമായിട്ട് 402 കാറുകളുണ്ട്. അത് നമ്മൾ ദുബായിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പർ ഡെക്കിൽ 93 ട്രക്കുകളും ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു. തുറസായ 2 ഡെക്കുകളിൽ കൂടാതെ കപ്പലിന് അടഞ്ഞു കിടക്കുന്ന 3 ഡെക്കുകൾ കൂടിയുണ്ട്. അതിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ചെറി പിക്കറാണ് നല്ല രീതിയിൽ ഇവിടെ കെട്ടിയുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം വലിയ ടയറോട് കൂടിയുള്ള ട്രക്കുകളും ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊയോട്ട, BYD, നിസാൻ, ബെൻസ്, അതോടൊപ്പം പേര് പറയാൻ ആഗ്രഹിക്കാത്ത ചില ബ്രാൻഡുകളും നമ്മളോടൊപ്പം ഉണ്ട്. BYDയുടെ അടിപൊളി ഒരു മോഡലാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. ഈ സ്റ്റൈലൻ കാറിനെ വെല്ലുന്ന രീതിയിലുള്ള നിസാന്റെ മറ്റൊരു മോഡലും നമുക്ക് പുറകിലായിട്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കപ്പലുമായിട്ട് കെട്ടിയുറപ്പിച്ച് നിർത്തിയേക്കുവാണ്. നമ്മൾ കണ്ട കാറുകളും ട്രക്കുകളും കൂടാതെ പെട്രോൾ ഡീസലൊക്കെ വഹിക്കുന്ന ചെറിയ ടാങ്കറുകളും നമുക്ക് സൈഡിലായിട്ട് കാണാം. അതോടൊപ്പം തന്നെ എത്യോപ്യയിലേക്കുള്ള കുറച്ച് ബസ്സുകളും ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വാഹനങ്ങളും അതിൻ്റെ വലിപ്പം അനുസരിച്ച് കട്ടിയുള്ള ബെൽറ്റുകളും അല്ലെങ്കിൽ ചങ്ങലകളൊക്കെ വെച്ചിട്ടാണ് കപ്പലുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ കപ്പൽ ആടി ഉലയുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാം. പല വ്യത്യസ്തമായിട്ടുള്ള 1075 വാഹനങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കപ്പലിന്റെ ഏറ്റവും അടിവശത്തായിട്ടുള്ള ഈ ഡെക്കിൽ ഡിഫൻഡറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചൈനീസ് ബ്രാൻഡിന്റെ കാറുകളാണ് ഇവിടെ നിറച്ചിരിക്കുന്നത്. 240 കാറുകളോളം ഉണ്ട്. ലുലുമോളിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുമെങ്കിലും വാഹനങ്ങൾക്കിടയിൽ വളരെ ഗ്യാപ്പ് കുറവാണ്, ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല. അതോടൊപ്പം ഏകനായിട്ടൊരു ബെൻസും അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നുമായിട്ട് 93 എക്സ്കവേറ്റേഴ്സ് ആണ് കപ്പലിൽ വന്ന് കയറിയിരിക്കുന്നത്. അതുകൂടാതെ ക്രെയിനും മറ്റ് പലതരത്തിലുള്ള വാഹനങ്ങളുമുണ്ട്. ഇതിൻ്റെ വളരെ വിശദമായ ഒരു വീഡിയോ ജോസ്മോൻസ് ക്ലിക്സ് എന്ന നമ്മുടെ ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണുക.